UDF അധികാരത്തിൽ വന്നാൽ അത് വരുമെന്നാണല്ലോ ട്രെൻഡ്. ഇളയപ്പമാരിലും കുഞ്ഞാപ്പമാരിലും ആരൊക്കെ മന്ത്രിയാകും? ഏതൊക്കെ ഇളയപ്പ മന്ത്രിയാകും? ഏതൊക്കെ കുഞ്ഞാപ്പ മന്ത്രിയാകും? ഇന്നലെ ലീഗിന്റെ പാണക്കാട് ചേർന്ന യോഗം, ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്നൊരു ചെറിയ പുഷ് നടത്തിയിട്ടുണ്ട്. ഒരു പരിപാടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു 2 ആഴ്ച മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞതിന് മുമ്പേ തൊട്ടടുത്ത ദിവസം ഇതുപോലെ പാണക്കാട് നിന്ന് ഒരു വ്യക്തി ഇതുപോലെ പറഞ്ഞു, അവിടെയുള്ള ഒരംഗം. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് പറഞ്ഞു, ഇളയപ്പ പറഞ്ഞു, അതൊന്നുമില്ല, നമുക്ക് 5ാം മന്ത്രി ഇതൊന്നുമില്ല, നമുക്ക് മുന്നണി അധികാരത്തിൽ വരലാണ്, പിന്നെയാണ് മന്ത്രിയൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ ഡൈല്യൂട്ട് ചെയ്തു. പിന്നെ PK ബഷീർ, പല ആളുകളും ഇങ്ങനെ, സലാം, PNA സലാം, ഇങ്ങനെ പല ആളുകളും ഇതിനെ ചെറുതായിട്ട് പുട്ടിന് തേങ്ങ ഇടും പോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊലിപ്പിച്ചു. ഇന്നലെ വീണ്ടും അത് സജീവമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സംശയം, അല്ലെങ്കിൽ നമ്മളുടെ സംശയം, അല്ലെങ്കിൽ ഞങ്ങളുടെ സംശയം, 5ാം മന്ത്രിയാണോ മനസ്സിലിരിക്കുന്നത്, 6ാം മന്ത്രിയാണോ? ഇതാണ് ചോദ്യം. ഞങ്ങൾക്ക് 6 മന്ത്രി വേണം എന്ന് ചോദിക്കുമോ, അല്ല 5 മന്ത്രി മതി എന്ന് ചോദിക്കുമോ? പ്രധാനപ്പെട്ട വകുപ്പുകൾ, വ്യവസായ വകുപ്പാണ് സാധാരണ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുക്കാറുള്ളത്. ഇപ്പോൾ പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KM മാണി സാറിന്റെ വകുപ്പ് ഇവിടെ കൂടെയില്ല, പാർട്ടി കൂടെയില്ല. അതുകൊണ്ട് ധനകാര്യ വകുപ്പിന് ഒരു സാധ്യതയുണ്ടോ? ഇനി അല്ല റവന്യൂ വകുപ്പ് ചോദിക്കുമോ? ആഭ്യന്തരം ചോദിക്കാൻ സാധ്യതയില്ല ലീഗുകാർ. ഇങ്ങനെയുള്ള നല്ല ചർച്ച നടക്കുന്നു. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ UDFൽ ലീഗ് ഒഴിച്ചുള്ള ആരൊക്കെ മന്ത്രിമാരാകും എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലീഗിൽ ആരൊക്കെ മന്ത്രിമാരാകും. PK കുഞ്ഞാലിക്കുട്ടി, തർക്കമില്ല, അദ്ദേഹം മലപ്പുറത്തുനിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അദ്ദേഹം മന്ത്രിയായിരിക്കും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരിക്കും. അതായത് മുഖ്യമന്ത്രി, പിന്നെ അത് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് ഒക്കെ കഴിഞ്ഞ ആ ഒരു ശ്രേണിയിൽ വരുന്ന പ്രധാനപ്പെട്ട വകുപ്പായിരിക്കും PK കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും കുറഞ്ഞത് വ്യവസായം മുതൽ മുകളിലോട്ട്. മഞ്ഞളാംകുഴിയാലി നേരത്തെ LDFലൊക്കെ ഒന്ന് പോയതാണ്, അദ്ദേഹമാണ് ഈ കൈരളി ചാനലിന്റെ സ്ഥലമൊക്കെ വാങ്ങിയവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ മഞ്ഞളാംകുഴിയാലി നിർബന്ധമായി മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. PK ബഷീർ, നമ്മുടെ സിദി ഹാജി സാഹിബിന്റെ മകൻ PK ബഷീർ, അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ, ഇതെല്ലാം ജയിക്കും എന്നാ മിക്കവാറും എല്ലാവരും ജയിക്കുന്നവരാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. TV ഇബ്രാഹിം മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കളക്ടർ മാഹിൻ ഗാജിയും മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ 6 ആയി. പക്ഷെ ഇതിലിനി നമുക്ക് അറിയേണ്ടുന്നൊരു കൗതുകമുള്ളത്, ലീഗുകാർ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 വനിതകൾക്ക് സ്ഥാനം കൊടുത്തത് കൊണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ, പ്രത്യേകിച്ച് ഫാത്തിമ തഹ്ലിയ ജയിക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് നിൽക്കുന്ന പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ മലർത്തി അടിച്ചാൽ, അട്ടിമറിച്ചാൽ അത് സംസ്ഥാനത്ത് ഏറ്റവും വലിയ അട്ടിമറിയായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറെയാണ് ഒരു യുവ വനിത വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായമുള്ള വനിത വന്നിട്ട് അട്ടിമറിക്കുന്നത്. അവർ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയാണ്. അവർ വന്ന് അട്ടിമറിക്കുന്നത്. അങ്ങനെ അട്ടിമറിച്ചാൽ അങ്ങനെ ഫാത്തിമ തഹ്ലിയയെ ഇനി മന്ത്രി വല്ലതും ആക്കുമോ? PK ഫിറോസ് ഇനി ചെറുപ്പക്കാരനെ മന്ത്രിയാക്കാം എന്ന് വിചാരിച്ചാൽ PK ഫിറോസിന് ഗോളടിക്കുമോ? അങ്ങനെ 8 പേരാണ് നമ്മളിവിടെ നിർദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് 6 പേർ അല്ലെങ്കിൽ 5 പേർ മന്ത്രിയാകും. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയും മഞ്ഞളാംകുഴിയാലിയും PK ബഷീറും ആബിദ് ഹുസൈൻ തങ്ങളും TV ഇബ്രാഹിമും ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കളക്ടർ മാഹിൻ ഗാജിയും ഞാൻ ഈ പറഞ്ഞതുപോലെ, പിന്നെ PK ഫിറോസ് ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നൊരു ആവേശം വന്നാൽ PK ഫിറോസ് ചിലപ്പോൾ കയറി വരും. അതുപോലെ തന്നെ ഈ വനിതകൾ കൊടുക്കണം തോന്നിയാൽ, ഇനി പേരാമ്പ്രയിലെ വനിത തോറ്റുപോയാൽ കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന ജയന്തിക്ക് കൊടുക്കുമോ? അവർ ജയിച്ചു വന്നാൽ, കൂത്തുപറമ്പിൽ ജയിച്ചു വന്നാൽ അവർക്ക് കൊടുക്കുമോ, അതോ ഫാത്തിമ തഹ്ലിയയ്ക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും 6 പേരാണ്, 6 2 8 പേര് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് 5 മുതൽ 6 വരെ മന്ത്രിമാരുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയാണെങ്കിൽ, ലീഗിന് കിട്ടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇതിൽ എണ്ണത്തിലും വ്യത്യാസം വരാം, വകുപ്പുകളിൽ വ്യത്യാസം വരാം. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ പിന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാറ്റിലും ഒരു വ്യത്യാസം വരാം. ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ, അതായത് എത്ര പേർ ജയിക്കുന്നു, ലീഗിൽ എത്ര പേർ ജയിക്കുന്നു, ലീഗിൽ ഒരു ബാർഗനിങ് കപ്പാസിറ്റി കിട്ടുമോ, അതോ കോൺഗ്രസിൽ ഒരുപാട് പേര് ജയിച്ചിട്ടും ലീഗും ഒക്കെ ജയിച്ചാലും അങ്ങനെ ഒരു ബാർഗനിങ് കപ്പാസിറ്റി ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ
കോൺഗ്രസിനാണ് ബാർഗൈനിങ് കപ്പാസിറ്റി ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ട് ലീഗ് വിചാരിക്കുന്ന കാര്യം നടക്കില്ല. അതേസമയം കോൺഗ്രസിന് സീറ്റ് കുറയുകയും അധികാരത്തിൽ വരികയും ലീഗ് വളരെ കൃത്യമായ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റിയിലോട്ട് കയറി നിൽക്കുകയും ഒരു ഫിനിഷിങ്ങിലേക്ക് കയറി നിൽക്കുകയും അത് അവസാനം ഒരു തർക്ക വിഷയമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് മെയ് 4 മുതൽ മെയ് 15 വരെ ഈ കാര്യങ്ങൾ കാണാം. ചില തർക്കങ്ങളും വഴക്കുകളും തിരുവനന്തപുരത്തും ഡൽഹിയിലും പാണക്കാട്ടും പല സ്ഥലങ്ങളിലും കണ്ടോൺമെന്റിലും പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാം. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലും അതുപോലെ ഹൗസിലും പാണക്കാടും ഡൽഹിയിലും അങ്ങനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ അടുത്ത് പോലുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് കാണാം. എന്തായാലും UDF-ൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലീഗിന് കിട്ടുന്ന മന്ത്രിമാരുടെ പേര് ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന മന്ത്രിമാർ. ഇവരൊക്കെ ആകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഞങ്ങൾ 8 പേരുകൾ പറഞ്ഞു. അതൊന്നുകൂടി പറയാം. PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, TV ഇബ്രാഹിം, കല്ലട്ര മാഹിൻ ഹാജി, പിന്നെ PK ഫിറോസ്, ഞാൻ പറഞ്ഞ വനിതകളിൽ ഒരാൾ ഫാത്തിമ തഹ്ലിയ ജയന്തി. ഇതിൽ ആരെങ്കിലും 7-8 പേരിൽ ആരെങ്കിലും 5 പേർ അല്ലെങ്കിൽ 6 പേരായിരിക്കും ലീഗിന്റെ മന്ത്രിയാകുക. ഉപമുഖ്യമന്ത്രി സ്ഥാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയായിരിക്കും, ഇളയപ്പ തന്നെ ആയിരിക്കും, മൂത്താപ്പയല്ല ഇളയപ്പ തന്നെ ആയിരിക്കും. വേറെ വിഷയമില്ല അതിനകത്ത് അങ്ങനെ വന്നാൽ. പക്ഷേ നമുക്കിത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഏതൊക്കെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിടിക്കുമോ, അതോ മന്ത്രിമാരുടെ നമ്പറിൽ പിടിക്കുമോ, അതോ 5 മന്ത്രി മതി, പ്രധാനപ്പെട്ട 5 വകുപ്പ് കിട്ടണമെന്ന് പിടിക്കുമോ, ഇതെല്ലാം ബാർഗൈനിങ് കപ്പാസിറ്റി അനുസരിച്ചാണ് വരുന്നത്. നമുക്ക് എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കാം. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവണം. കാരണം UDF അധികാരത്തിൽ വരണം, കോൺഗ്രസ് ഒന്ന് ക്ഷയിച്ച് സീറ്റ് കുറയണം, ലീഗിന് നല്ല സീറ്റ് കിട്ടണം. ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വന്നാൽ ലീഗ് പറയുന്ന കാര്യം ജനാധിപത്യത്തിൽ വോട്ടിൽ തലയെണ്ണമാണ് പ്രധാനം, മറ്റെല്ലാം രണ്ടാമത് മാത്രം.